എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ വന്ന് ദുഷ്ടശക്തികൾ അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടു. കൂടാണ്ട് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അതൊരു തിരിച്ചറിവിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പല ആളുകളുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം. പിന്നെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് പലരോടും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ വീഡിയോയിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലെ സമാനമായ അനുഭവമുള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനകത്തൊരു 1-2 പേര് വിളിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു അനുഭവം ഞാൻ ഇവിടെ ഷെയർ ചെയ്യണം. ആളുടെ പേരോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അയാളുടെ അടുത്ത് ഇതുപോലെ തന്നെ ഈ ഒരു എനർജി ചില ദിവസങ്ങളിൽ വന്നിട്ട് ഇതേപോലെ തന്നെ വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പം അത് ഈ പറഞ്ഞ പോലെ ശരീരത്തിൽ ചില പാടുകൾ വരും, മാന്തുന്ന പോലുള്ള പാടുകൾ വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് പുതിയ അനുഭവമാണ്. ഫിസിക്കൽ ബോഡിയിൽ അങ്ങനെ അവർ അറ്റാക്ക് നടത്തുന്നത് ഇങ്ങനെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. അത് അവരങ്ങനെ ഷെയർ ചെയ്യുണ്ടായി. അപ്പോൾ അവർക്ക് വളരെയധികം മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അവരുടെ ഭർത്താവ് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഫീലിംഗ് വരും. അതായത് ഒരു വിറവൽ പോലെയൊക്കെ വരും. അയാളടുത്ത് നിന്ന് പോകുമ്പോൾ ആ പ്രോബ്ലം ഇല്ല. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായ രീതിയിലൊരു എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആൾ ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ചെറുപ്പകാലത്ത് ഉണ്ടായ സമാനമായ അനുഭവം. ഒരു 17 വയസ്സ് പ്രായമുള്ള പ്രായത്തിൽ ആ പെൺകുട്ടിക്ക് ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ഇതുപോലെ തന്നെ ഒരു ഇഴഞ്ഞ് വരുന്ന, ഇഴഞ്ഞ് പാമ്പിൻ്റെ പോലെ ഇഴഞ്ഞ് വരുന്നൊരു എനർജിയാണ് അത് ഫീൽ ചെയ്തത്. ആ സമയത്ത് നമ്മളുടെ ബോഡി മൊത്തം സ്റ്റക്കായി പോകുന്നു. അതായത് കാല് അനക്കാൻ പറ്റില്ല, നമ്മുടെ നാവ് ഉച്ചെടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നാവ് ഒന്നില്ല. അപ്പോൾ അവർ മൊത്തം നമ്മളെ ഫ്രീസാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഫ്രീസാക്കിയിട്ടാണ് അവർ അവരുടെ ആക്രമണം ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ എക്സ്പീരിയൻസുകൾ ഇപ്പോൾ ഇന്നൊരു വേറൊരു പുരുഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഇതേപോലെ തന്നെ ഒരു കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാസം ഉണ്ടാകുന്നൊരവസ്ഥ അതുവരെ ഉണ്ട്. അപ്പോൾ രാത്രി സമയത്ത് ചില ദിവസങ്ങളിൽ ഇതുപോലെ തന്നെ ബോഡിയിൽ വന്നിട്ടിങ്ങനെ ഒരു വെയിറ്റ് വന്നിട്ടിങ്ങനെ ഇരിക്കുന്നു. പിന്നെ അയാളുടെ മെമ്മറിയൊക്കെ പിന്നെ ഫ്രീസായി പോകുന്ന പോലെ പോകും. പക്ഷേ അയാൾക്ക് അറിയാം എന്താണ് സംഭവിക്കണമെന്നുള്ളത്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ നിരവധി ആൾക്കാർക്കുണ്ട്. പക്ഷേ അത് നമുക്ക് പുറത്തേക്ക് പറയാനുള്ള മടി കൊണ്ട് ആൾക്കാരത് മിണ്ടാതെ കിടക്കും. അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മളെ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ നമ്മൾ ബാധിക്കുന്നൊരു വിഷയവും. ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് നമുക്ക് പോയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായേക്കാം. കാരണം ഇത് നമുക്ക് പുറത്തേക്ക് ചിലപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കണമെന്നില്ല. നമ്മുടെ പാർട്ട്ണറോട് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണർ പറയും ഇത് ചുമ്മാ തോന്നലാണ്, സ്വപ്നം കണ്ടാണെന്നുള്ളത് ഓൾമോസ്റ്റ് പറയും. ഞാൻ പറഞ്ഞ് ഷെയർ ചെയ്ത ഒരാൾ അങ്ങനെയാണ് പറഞ്ഞത്. പാർട്ട്ണറോട് പറയുമ്പോൾ അയാൾ പറയും സ്വപ്നം കണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ തോന്നലാണ്, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അതേപ്പറ്റി അറിവുള്ള ആൾക്കാരോട് ചോദിക്കാം എന്താണ് അതിന് സൊല്യൂഷൻ എന്നുള്ളത്. എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് സൊല്യൂഷൻസ് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ആ വിഷയത്തിൽ എനിക്ക് പ്രാവീണ്യമില്ല. എന്ന് വെച്ചാൽ ഇത് ടോപ്പിക് എനിക്ക് അറിയാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. പക്ഷേ ദൈവം എനിക്കതങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനുള്ള സൊല്യൂഷൻ എന്താണ്, നമ്മുടെ മഹാകാളി ഹീലിങ്ങിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്ത് നോക്കിയിട്ടില്ല ഞാനത്. മഹാകാളി ഹീലിങ്ങിൽ വരുന്നത് സാധാരണ നമുക്ക് ബാധാവിഷയങ്ങൾ, ഏത് ബാധാവിഷയങ്ങളും നമുക്ക് മാറ്റാം. സോൾ അറ്റാച്ച്മെൻറ്റിനെ റിലീസ് ചെയ്ത് കളയാം. അതേപോലത്തെ കാര്യങ്ങൾ. പിന്നെ ഡിപ്രഷൻ മാറ്റാം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിസിക്കൽ പ്രോബ്ലം. അപ്പോൾ ഇതുപോലുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അറിയില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് പിടിക്കും, മാറില്ല. എനർജിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, എനർജിയുടെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലം മാറില്ല. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അത് നമ്മളെ ബോഡിയെ ഇങ്ങനെ പിടികൂടി കഴിഞ്ഞാൽ ഈ കഴുത്ത് വേദന, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, കഴുത്തിന് പ്രശ്നം, വയറിന് പ്രശ്നം, അല്ലെങ്കിൽ അതേപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഈ അടുത്ത് നമ്മളൊരു ഹീലിംഗ് ചെയ്തപ്പോൾ ഒരു സ്ത്രീയുടെ കൈ അനങ്ങാത്ത കൈ അനങ്ങുണ്ടായി. അത് വളരെ അത്ഭുതകരമായ ഒരു അനുഭവം.
അപ്പോൾ അത്തരം വിഷയങ്ങൾക്ക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്, സിംഗിൾ ഡേയിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് ദേവി പറഞ്ഞു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനുള്ളൊരു സാധനം ഒന്ന് കണ്ടുപിടിക്കും. എന്താണ് ചെയ്യുക, ഏത് രീതിയിലാണ് ഹീൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മളത് അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം അത്തരം ആളുകൾ അതുകൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ സീക്രട്ടായിട്ട് ഞാൻ സൂക്ഷിക്കും, അതെന്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇതുവരെ അങ്ങനെ പോയിട്ടുള്ളൂ. നമ്മളൊരാളുടെ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലോ അല്ലെങ്കിൽ വേറെ ആൾ വ്യക്തിയോടോ ഞാൻ പറയേണ്ടതായിട്ടില്ല. എനിക്കറിയാം അതിൻ്റെ നിങ്ങളുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കാരണം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ദേവിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ദേവി അത് പറഞ്ഞു തരികയാണെങ്കിൽ പറഞ്ഞു തരുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഈ മഹാകാളി ഹീലിംഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ ദേവി തന്ന പോലെ തന്നെ പുതിയ കാര്യങ്ങൾ തരും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ആൾക്കാരെ കൂടി നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും ഈ ഒരു മെത്തേഡിലൂടെ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.